ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്ന. ഒരു സോഡിൻ്റെ ഒരു അവസാനം ഇതുണ്ട്. സയ്യിദ് മസൂദ് ഖുറേഷിക്ക് സോഡ് കൊടുക്കുന്നു, ഖുറേഷി അവിടെ ഒരാളെ കൊല്ലുന്നു, തിരിയാൻ പറ്റിയതിടുന്നു, അവർ വേറെ കുത്തുന്നു. ഇതൊക്കെ ഏത് കാലത്ത് കഴിയുന്ന സാധനമാണെന്ന് അറിയും. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷ് ആയിട്ട്. ഒയ്യോ, മാരക പടം. പഴയതൊന്നുമില്ല, ലാലേട്ടനുണ്ട്, അത്രേ ഉള്ളൂ. ലാലേട്ടൻ തുടരും, യാതൊരു സംശയവും വേണ്ട. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. എന്താണ്? സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മോഹൻലാൽ തിരിച്ചു വന്നു. പലരും സൃഷ്ടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വിന്റേജ് ലാൽഭാവങ്ങളെല്ലാം ആ മുഖത്തെ വീണ്ടും വിരിഞ്ഞിരിക്കും. ഒരൊറ്റ നോട്ടം കൊണ്ട് പോലും തിയേറ്ററിനെ ഇളക്കി മറിക്കാൻ സാധിക്കുന്ന ആ മാജിക് അവർ കൺകുളിർക്കുകയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഈ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയാൻ ഞാൻ വിശ്വസിക്കുന്നു. രുതിരം പോർച്ചിതരാം, നെഞ്ചോടൊരു സാരംഗീരീണം പകരാം.